ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധേയമാകുന്നത് മുസ്ലിം സാന്നിധ്യമാണ്. 2 മുസ്ലിം നേതാക്കളാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മേവാത്ത മേഖലയിലെ ഫിറോസ്പൂർ ജിർക, പുനഹാന എന്നീ 2 സീറ്റുകളിലാണ് ബിജെപിക്ക് വേണ്ടി പാർട്ടിയിലെ മുസ്ലിം നേതാക്കൾ മത്സരിക്കുന്നത്. ഫിറോസ്പൂർ ജിർകയിൽ നസീം അഹമ്മദും പുനഹാനയിൽ ഐസാസ് ഖാനുമാണ് മത്സര രംഗത്ത്. 2019 പാർട്ടി 2 മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു. എന്നാൽ ആരും അന്ന് വിജയിച്ചിരുന്നില്ല. അതേസമയം കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് ഫിറോസ്പൂർ ജിർകയും പുനഹാനയും. 2 മന്ത്രിമാരെയും സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ മോഹൻലാൽ ഭദോലിയും ഉൾപ്പെടെ 7 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ബിജെപി രണ്ടാം ഘട്ട പട്ടിക പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രിയും ബദ്ഗൽ MLA-യുമായ സീമ ദ്രിഖയെ, ആരോഗ്യമന്ത്രിയും ബാവൽ MLA-യുമായ ബൻവാരി ലാൽ എന്നിവരാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട MLA-മാർ. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാണ് തിഗ്ര എന്നത് ശ്രദ്ധേയമാണ്. 2014-19 തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം ബദ്ഗൽ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ വിജയ് പ്രതാപ് സിംഗ്, മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്നിവരെ പരാജയപ്പെടുത്തിയാണ് അവർ നിയമസഭയിലേക്ക് എത്തിയത്. ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് മോഹൻലാൽ ഭദോലി നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോനിപത് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സത്പാൽ ബ്രഹ്മചാരിയോട് 21,800 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിനു പിന്നാലെയാണ് ഭദോലിയെ ഹരിയാനയിലെ പാർട്ടി അധ്യക്ഷനായി നിയമിക്കുന്നത്. ജൂലാന സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒളിമ്പ്യനുമായ വിനേഷ് ഫോഗട്ടിനെ നേരിടാൻ ബിജെപി രംഗത്തിറക്കിയിരിക്കുന്നത് ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയെയാണ്. അതേസമയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള 87 സ്ഥാനാർത്ഥികളിൽ 17 SC, 16 ജാട്ട്, 19 OBC, 5 രജപുത്ര, 11 പഞ്ചാബി, 11 ബ്രാഹ്മണൻ, 5 വൈശ്യർ, 2 മുസ്ലിങ്ങൾ, 1 സിഖ് എന്നിങ്ങനെയാണ് ബിജെപിയുടെ ജാതി സാമുദായിക സമവാക്യങ്ങൾ. കഴിഞ്ഞയാഴ്ച 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെ ബിജെപിയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇന്നലത്തെ രണ്ടാം ലിസ്റ്റും പാർട്ടിയിൽ അതൃപ്തി സൃഷ്ടിച്ചു. സംസ്ഥാന യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം ശിവകുമാർ മേത്ത പാർട്ടിയിൽ നിന്നുള്ള രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാർനോൾ സീറ്റിൽ നിന്നുള്ള ടിക്കറ്റ് മോഹിയായിരുന്നു അദ്ദേഹം. ഓം പ്രകാശ് യാദവിനെയാണ് ഇവിടെ ബിജെപി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നുവെന്നും വിരുദ്ധ ആശയങ്ങളുള്ള ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നുവെന്നും ആരോപിച്ച് സംസ്ഥാന ബിജെപി വക്താവ് സത്യവ്രത് ശാസ്ത്രിയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഞാൻ 45 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ എന്നെ അവഗണിച്ചുകൊണ്ടിരുന്നു. അടുത്ത തവണയ്ക്കായി തയ്യാറെടുക്കാൻ ഓരോ തവണയും എന്നോട് പറഞ്ഞു. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. ഇപ്പോൾ ഞാൻ പാർട്ടി വിട്ട് സാമൂഹിക സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് മേത്ത പറഞ്ഞത്. അതേസമയം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഈ അടുത്ത ദിവസമായിരുന്നു ബിജെപി പുറത്തിറക്കിയത്. തൊട്ടു പിന്നാലെ നയാബ് സൈനി മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന ഊർജ്ജ വകുപ്പ് മന്ത്രി രഞ്ജിത് സിംഗ്, സഹമന്ത്രി ബിഷംബർ സിംഗ് ഭാൽമീകി, രതിയ MLA ലക്ഷ്മൺ നാപ്പ, മുൻ മന്ത്രിമാരായ കരൺദേവ് കാംബോജ്, കവിത ജയൻ, MP സാവിത്രി ജിൻഡാൽ എന്നിവരാണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്.